അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ചെറിയ പെരുന്നാളൊക്കെ കഴിഞ്ഞ ഈ ഒരു സമയത്ത് നമ്മളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഒന്ന്, പെരുന്നാളിന് ശേഷം ഷവ്വാൽ മാസത്തിൽ 6 നോമ്പുകൾ നോൽക്കുക എന്നുള്ളത് സുന്നത്താണ്. ഈ നോമ്പ് എപ്പോഴൊക്കെയാണ് നോൽക്കാൻ പറ്റുക, ഇതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഈ നോമ്പ് എനിക്ക് എങ്ങനെയാണ് നിയ്യത്ത് കരുതേണ്ടത്, നോമ്പ് ഖളാഉള്ളവർ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് ഒന്നാമതായി നമ്മൾ സംസാരിക്കാം. രണ്ടാമത്തെ വിഷയം, ഇക്കഴിഞ്ഞ റമദാൻ മാസം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടവരിൽ ആരൊക്കെയാണ് മുദ്ദ് കൊടുക്കേണ്ടത്, എത്രയാണ് മുദ്ദായി കൊടുക്കേണ്ടത്, ആർക്കാണ് ഈ മുദ്ദ് കൊടുക്കേണ്ടത്, അതേപോലെ ഇങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടവരിൽ നോമ്പ് ഖളാ വീട്ടേണ്ടവർ ഈ റമദാൻ ഉടനെ തന്നെ ഖളാ വീട്ടേണ്ടതുണ്ടോ, അല്ല അടുത്ത റമദാൻ വരുന്നതിന് മുമ്പായി ഖളാ വീട്ടി പൂർത്തിയാക്കിയാൽ മതിയോ, അങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ആദ്യം ഷവ്വാലിലെ 6 നോമ്പുകളുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് സംസാരിക്കാം. ഇത് ഒരുപാട് മഹത്വമുള്ള ഒരു നോമ്പാണ്. കാരണം നമുക്കറിയാം, ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ചില ദിനങ്ങൾ നോമ്പ് നോൽക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്തായി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് ഷവ്വാൽ മാസത്തിലെ 6 ദിനങ്ങൾ. അതായത് ഷവ്വാൽ മാസത്തിൽ നിന്നുള്ള 6 ദിവസങ്ങൾ എന്ന് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ 6 ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതിന് ഏറെ മഹത്വമുണ്ട്. ഫത്ഹുൽ മുഈൻ ഈ വിഷയം പഠിപ്പിച്ചിട്ട് സഹിയായ ഒരു ഹദീസ് കൂടിയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതായത് ഷവ്വാലിലെ 6 നോമ്പ് എങ്ങനെ റമദാനിലെ നോമ്പോടെ കൂടെ, അപ്പോൾ റമദാൻ മാസം ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുന്നു, തുടർന്ന് ഷവ്വാൽ മാസത്തിൽ 6 ദിനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ആ നോമ്പ് ഒരു വർഷം മുഴുവനും നോമ്പ് നോക്കിയതിൻ്റെ ഫലമാണ്. അപ്പോൾ നമ്മൾ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചു, ഇനി ഷവ്വാലിലെ 6 നോമ്പ് കൂടി പിടിക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോക്കിയതുപോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം മഹത്വം അതിനൊക്കെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ചിലരുടെയൊക്കെ സംശയം, ചെറിയ പെരുന്നാളിന് ഏതായാലും നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. 2 പെരുന്നാൾ ദിനങ്ങൾ എന്ന് പറയുന്നത് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമുള്ള ദിവസങ്ങളാണ്. ഈ 6 നോമ്പുകൾ എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളിന് ശേഷം, അതായത് ഷവ്വാൽ 2 മുതൽ 7 വരെയുള്ള തുടർച്ചയായിട്ടുള്ള 6 ദിനങ്ങൾ തന്നെ നോക്കണോ, അല്ല ഷവ്വാൽ മാസത്തിലെ മറ്റു ദിനങ്ങൾ കൂടി നോൽക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 6 നോമ്പുകൾ നോൽക്കാൻ ഏറ്റവും നല്ലത് ചെറിയ പെരുന്നാളിന് ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള 6 ദിനങ്ങൾ തന്നെ നോൽക്കലാണ്. അങ്ങനെ നോൽക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ പലർക്കും അത് സാധിച്ചിട്ടുണ്ടാവില്ല. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം പല യാത്രകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകൾക്ക് ഇങ്ങനെ സാധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ പെരുന്നാളിന് ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള 6 ദിനങ്ങൾ തന്നെ നോൽക്കാതെ ഷവ്വാൽ മാസത്തിൽ മൊത്തത്തിൽ 6 ദിവസങ്ങൾ നോറ്റി പൂർത്തിയാക്കിയാലും നമുക്ക് പുണ്യം കിട്ടും. ആവശ്യം മനസ്സിലാക്കണം. അതായത് ഇവിടെ സുന്നത്ത് എന്ന് പറയുന്നത് ഷവ്വാൽ മാസത്തിലെ 6 ദിനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതേസമയം ചെറിയ പെരുന്നാളിനെ തുടർന്നുള്ള 6 ദിനങ്ങൾ നോക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ഷവ്വാൽ മാസത്തിൽ മൊത്തത്തിൽ 6 ദിനങ്ങൾ നോമ്പ് നോക്കി നമുക്ക് ഈ നോമ്പ് പൂർത്തിയാക്കാൻ പറ്റും. ഈ നോമ്പ് നോൽക്കുമ്പോൾ നിയ്യത്ത് കരുതേണ്ടത്, ഷവ്വാൽ മാസത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയ്യത്ത് കരുതിയിട്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നോമ്പ് ഖളാ ഉള്ളവർ എത്രയും പെട്ടെന്ന് ഖളാ വിട്ടാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ നോമ്പ് ഖളാ വിട്ടുന്നവർക്ക് ആ നോമ്പ് ഖളാ വിട്ടലോടെ കൂടെ ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ പറ്റും. ഒരു ഉദാഹരണം, ഒരാൾ തിങ്കളാഴ്ച നോമ്പ് ഖളാ വിട്ടാണെങ്കിൽ റമദാൻ മാസം ഖളാ ആയ ഫർളാക്കപ്പെട്ട നോമ്പ് നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയ്യത്ത് വെച്ചിട്ട് അങ്ങനെ നോമ്പ് ഖളാ വിട്ടാൻ പറ്റും. ആവശ്യം മനസ്സിലാക്കുക. ഇനി മറ്റു സുന്നത്തായ നോമ്പുകളാണെങ്കിൽ നോമ്പ് ഖളാ വിട്ടലോടെ കൂടെ ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഷാഫി മദ്ഹബിൽ ഫർളായ നോമ്പുകളുടെ നിയ്യത്ത് സുബഹി ബാങ്കിന് മുന്നേ തന്നെ സംഭവിച്ചിരിക്കണം. അതേ സമയത്ത് സുന്നത്തായ നോമ്പുകളുടെ നിയ്യത്ത് ഉച്ചയ്ക്ക് സംഭവിച്ചാലും മതി. അതായത് ഒരാൾ നോമ്പ് നോൽക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ നിയ്യത്ത് കരുതാൻ വിട്ടുപോയി എങ്കിൽ സുബഹിക്ക് മുന്നേ തന്നെ സംഭവിക്കണമെന്ന് സുന്നത്തായ നോമ്പുകളിൽ നിർബന്ധമില്ല. സുന്നത്തായ നോമ്പുകൾ ഉച്ചയ്ക്ക് മുമ്പ് സംഭവിച്ചാലും മതി. അപ്പോൾ സുബഹിക്ക് മുന്നേ ഒരാൾ നിയ്യത്ത് കരുതിയിട്ടില്ല എങ്കിൽ രാവിലെ സമയത്ത് നിയ്യത്ത് കരുതാണ്, ഇന്നത്തെ ഷവ്വാലിലെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയ്യത്ത് വെച്ചിട്ട് അങ്ങനെയും അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാം. ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് കരുതിയിരിക്കണം സുന്നത്തായ നോമ്പുകളാണെങ്കിൽ. ഇനി അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചിരിക്കണം. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്,
ഈ റമദാൻ മാസം നോമ്പ് നഷ്ടപ്പെട്ടവരിൽ ആരൊക്കെയാണ് മുദ്ദ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായമുള്ളവർ, അത് പ്രായമുള്ള സ്ത്രീകളോ പുരുഷന്മാരോ, അതല്ലെങ്കിൽ നിത്യരോഗിയായ ആളുകൾ, അവർക്ക് ഈ പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെട്ട് നോമ്പ് നോൽക്കാൻ പറ്റുന്നില്ല. അതേപോലെ രോഗം കാരണം പ്രയാസപ്പെട്ട് നോമ്പ് നോൽക്കാൻ പറ്റുന്നില്ല. ഇനിയുള്ള കാലത്ത് അവർക്ക് നോമ്പ് നോൽക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയുമില്ല. അതായത് ഇപ്പം നോമ്പ് നോക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, വരും കാലങ്ങളിൽ ഈ നോമ്പിനെ ഖളാ വീട്ടാൻ പറ്റുമെന്ന പ്രതീക്ഷയില്ല. അത്തരം ആളുകൾ ഓരോ നോമ്പിനും ഒരു മുദ്ദ് എന്ന രൂപത്തിൽ കൊടുത്താൽ മതി. ഫക്കീറോ മിസ്കിനോ ആയ ആളുകൾക്കാണ് മുദ്ദ കൊടുക്കേണ്ടത്. ഇതെൻ്റെ നോമ്പിൻ്റെ മുദ്ദാകുന്നതെന്ന് കരുതിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ മനസ്സിലാക്കാം, ഇത് മുസ്ലിം വിശ്വാസികളായ ഫക്കീറോ മിസ്കിനോ ആയ ആളുകൾക്ക് നമുക്ക് നോമ്പിൻ്റെ മുദ്ദ് കൊടുക്കാം. ഒരു മുദ്ദ് ഒരു 750 ഗ്രാം ആയിട്ടെങ്കിൽ നമ്മൾ പിടിക്കുക. അങ്ങനെ 10 മുദ്ദാകുമ്പോൾ 7.5 കിലോ, 20 മുദ്ദാകുമ്പോൾ 15 കിലോ, 30 മുദ്ദാകുമ്പോൾ 22.5 കിലോ. ഇനി കുറച്ച് കൂട്ടി കൊടുക്കുകയാണ് ഇതിനേക്കാളും, അങ്ങനെ കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ നോമ്പ് നോക്കാൻ പറ്റാത്ത ആളുകൾ, ഇനി നോമ്പ് നോക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയുമില്ല, അത്തരം ആളുകളാണെങ്കിൽ മുദ്ദ കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ചില ആളുകൾ ഈ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു, അത് രോഗം കാരണമാണ്, അത് നിത്യരോഗിയല്ല, ഇനി ഉള്ള കാലങ്ങളിൽ ഈ നോമ്പ് ഖളാ വീട്ടാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ട്, എങ്കിൽ അവർ മുദ്ദ കൊടുക്കേണ്ടതില്ല. റമദാൻ കഴിഞ്ഞിട്ട് ഈ നോമ്പ് അവർ ഖളാ വീട്ടിയാൽ മതി. അതേപോലെ ഹൈദും നിഫാസും കാരണമൊക്കെ നോമ്പ് നഷ്ടപ്പെട്ട സ്ത്രീകളൊക്കെ ഈ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനിന് മുന്നേ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. ആവശ്യം മനസ്സിലാക്കാം. അതേസമയം ഒരാൾ കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ റമദാൻ മാസം ഒരാൾ സ്വയംഭോഗം ചെയ്ത്, അതായത് മോശമായ ഒരു പ്രവർത്തനം ചെയ്ത് നോമ്പ് നഷ്ടപ്പെടുത്തി. അങ്ങനെ കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയവരാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം, അവരെ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം. ഒപ്പം ഈ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ അവർ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം. കൂടുതൽ കാത്തു നിൽക്കരുത്. ഈ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ അവർ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഗർഭിണികളോ മുലയൂട്ടുന്ന ഉമ്മമാരോ നോമ്പ് നഷ്ടപ്പെടുത്തുന്നത്, അവർക്ക് നോമ്പ് ഒഴിവായി പോകുന്നിടത്ത് അവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നോമ്പ് നഷ്ടപ്പെട്ടത് സ്വന്തം ആരോഗ്യത്തെയോ അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തെയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും രണ്ടിനെ പേടിച്ചുകൊണ്ടാണെങ്കിൽ അവർ ഈ നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ കൊടുക്കേണ്ടതില്ല ഈ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ. അതേസമയം കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഒഴിവാക്കിയാൽ, കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഒഴിവാക്കിയാൽ അവർ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദ എന്ന രൂപത്തിൽ കൊടുക്കണം. ഇനി കുറച്ചും കൂടി വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരാളാണെങ്കിലും ഖളാ വീട്ടാനുള്ള നോമ്പ് കാരണമില്ലാതെ ഒരു വർഷം പിന്തിപ്പിക്കുകയാണെങ്കിൽ അവർ ആ പിന്തിപ്പിച്ചതിന് മുദ്ദ കൊടുക്കണം. ഒരു വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് ഒരു മുദ്ദാകും. 2 വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് 2 മുദ്ദാകും. ഓരോ വർഷം പിന്തിപ്പിക്കുന്നതോറും ഓരോ നോമ്പിനും ഓരോ മുദ്ദ എന്ന രൂപത്തിൽ കൂടിപ്പോകും. ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ എക്സ്പ്ലനേഷനൊക്കെ നമുക്ക് വരും വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്യാം. ഇതേ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടി വീഡിയോ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും ലളിതമായ ഇസ്ലാമിക് വിഷയങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നാഫി അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു ടെക് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരുപാട് പേര് ജോയിൻ ചെയ്തു, ഒരുപാട് പേര് അതിൻ്റെ കോഴ്സുകൾ ഉപയോഗപ്പെടുത്തി. നിസ്കാരം, വുളു, കുളി, അതേപോലെ സക്കാത്ത്, ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ ചൊല്ലേണ്ട ദിക്റുകൾ, അങ്ങനെ തുടങ്ങി നമ്മൾ അറിയേണ്ട ഓരോ വിഷയങ്ങളും ഏറ്റവും ലളിതമായി പഠിപ്പിക്കുകയാണ്. വെബ്സൈറ്റ് വഴിയാണ് ക്ലാസ്സസ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. ക്ലാസ്സിനൊന്നിച്ച് ക്ലാസ് നോട്ട്സ് ഉണ്ടാകും. സ്ത്രീകളും പുരുഷന്മാരൊന്നും ഒരിടത്തും ഇടകലരില്ല. കാരണം എല്ലാവർക്കും ഇൻഡിവിജ്വൽ യൂസർ നെയിം പാസ്വേഡുമാണ്. ഇനി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമാണ്, സ്ത്രീകളെ സെപ്പറേറ്റ് ഗ്രൂപ്പിലേക്കാണ് ആഡ് ചെയ്യപ്പെടുക, പുരുഷന്മാരെ സെപ്പറേറ്റ് ഗ്രൂപ്പിലേക്കാണ് ആഡ് ചെയ്യപ്പെടുക. അതായത് ഒരർത്ഥത്തിലും ഇടകലരലൊന്നുമില്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ ദീന് പഠിക്കാനുള്ള അവസരമാണ് നാഫി അക്കാഡമിയുടെ ഹിക്മ കോഴ്സ് ഒരുക്കി തരുന്നത്. ഇനി ഹിക്മ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് നിസ്കാരത്തിൻ്റെ സെപ്പറേറ്റ് കോഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ ഖുർആൻ ആൻഡ് തജ്വീദ് പ്രാക്ടിക്കൽ കോഴ്സസ് അവൈലബിൾ ആണ്. ഏതായാലും നിങ്ങൾ ഈ കോഴ്സിനെ പറ്റിയൊക്കെ കൃത്യമായി നിങ്ങൾ അറിയുക. പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി nafiacademy.com സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതല്ലെങ്കിൽ ഈ കാണുന്ന 6235847324 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഏതായാലും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.